അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജോയ്സ്റ്റിക്കും സെർവോ മോട്ടറും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ചെയ്യുന്നത്. അതായത് ഫോർവേഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സെർവോ ഒരു സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം, ബാക്ക്വേർഡ് ആക്കുമ്പോൾ മറ്റൊരു സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സെർവോ എത്ര ഡിഗ്രിയുടെ സെർവോ ആണ്? 180. അപ്പം ഒന്നും മൂവ് ചെയ്ത സമയത്ത് സെർവോ എത്ര ഡിഗ്രിയിൽ നിൽക്കണം? ഒന്നുകൂടെ 90 ഡിഗ്രിയിൽ നിൽക്കണം. ഫോർവേഡ് മൂവ് ചെയ്യുമ്പോൾ 180, ബാക്ക്വേർഡ് മൂവ് ആക്കുമ്പോൾ 0ലേക്ക് പോകണം. ഇത് നമ്മൊരു ഫംഗ്ഷൻ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതായത് നമ്മ ജോയ്സ്റ്റിക്കിൽ നിന്ന് വരുന്ന വാല്യൂന മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ആക്കിയിട്ട് അതിന്റെ വാല്യൂ ആയിട്ട് കമ്പൈൻ ആക്കും. മാപ്പ് ഫംഗ്ഷൻ വെച്ച് ചെയ്യാനാണ് എനിക്ക് താല്പര്യമുള്ളത്. ഏതായാലും എന്റെ താല്പര്യം നമ്മുടെ ആരൊക്കെ താല്പര്യം കൂടി നോക്കണം. ചോദിക്കണം, ഈ അണ്ണനോട് ചോദിക്കാതൊന്നും നിങ്ങളോട് പറയാൻ പറ്റില്ല. അപ്പം just make a simple code for joystick and servo motor in x-axis and should rotate 0 to 180 and initial position as 90 using map function. കണ്ടോ? ഇതാ മാപ്പാണ്. 0 to 180 ആണ്. 0 വെച്ചാൽ 0 ഡിഗ്രി തന്നെയാണ്. മാക്സിമം വാല്യൂ വെച്ചാൽ 1023 ആണ്. സർവാന മാക്സിമം എന്നത് 180 ആണല്ലേ. ഈ കോഡ് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം. ഓക്കെ, നിങ്ങൾ കോപ്പി ചെയ്യുക, വർക്കാക്കാം. അപ്പം ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്നറിയില്ല, ഞാൻ ഡെയിലി സെയിം കൈൻഡ് ഓഫ് വീഡിയോസ് അല്ല നിങ്ങൾ ഇതിൽ ചെയ്തു തരുന്നത്. എല്ലാ ക്ലാസ്സിലും ഒരു കൈൻഡ് ഓഫ് സെഷൻ ആയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന് ഞാൻ കുറച്ചും കൂടി ഇണ്ടത്തെ തിയറി പ്രാക്ടിക്കൽസ് ആണ് കൊണ്ടുപോയത്. അതിൽ കുറച്ചും കൂടി ഞാൻ ഫിസിക്സ് ഇൻവോൾവ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനെക്കാട്ടി മുമ്പ് ഞാൻ കുറച്ച് സെൻസേഴ്സും മോട്ടോഴ്സും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ലവബിൾ AI യൂസ് ചെയ്യാമല്ലോ. ലവബിൾ ഞാൻ ലവബിൾ അത് വെബല്ലേടാ, അതാണ് ഞാൻ നോക്കുന്നത്. വെബല്ലേ അത് നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 വെബ്സൈറ്റ് ഉണ്ടാക്കിയാണ് കാണിക്കുന്നത്. മനസ്സിലായതില്ലേ? അപ്പം ആ കോഡ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അഡിനോ കണക്ട് ചെയ്യുക. ഇപ്പം എല്ലാം ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഞാൻ ലാഗ് അടുപ്പിക്കാൻ പാടില്ല. ആദ്യം അത് മറന്നോ? ഓക്കെ, ഞാൻ നിന്നോട് അങ്ങോട്ട് ചോദിക്കാം. ബ്രൗൺ ഏതാ? ബ്രൗൺ ഏതാ? ആ, റെഡ് ഏതാ? 5 വോൾട്ടോ 3.3 പവർ ആണത്. അപ്പോ ഓറഞ്ച് ഏതാ? സിഗ്നൽ. ഓക്കെ, ആ സെർവോ മോട്ടർ 9ലേക്ക് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ സെർവോ മോട്ടറിന്റെ എക്സ് ആക്സിസ് A0ലേക്കും കണക്ട് ചെയ്യാം. ഓക്കെ,
ഓക്കെ സർ മറ്റേ സെർവോ മോട്ടറിന്റെ മറ്റേ ബ്രൗണ് GND-യിലേക്കും ആ ഓറഞ്ച് സിഗ്നലിലേക്കും അല്ലേ? അതെ. അപ്പം മറ്റേ യെല്ലോ 5 വോൾട്ട് അല്ലേ? എന്താടാ? യെല്ലോ 5 വോൾട്ട് അല്ലേ? അതെ. യെല്ലോ അല്ല റെഡ് ആണ് 5 വോൾട്ട്. റെഡ് ആണ് 5 വോൾട്ട്, ഓറഞ്ച് ആണ് 9 കണ്ടേണ്ടത് കേട്ടോ. യെല്ലോ സിഗ്നൽ അല്ലേ? എന്താ യെല്ലോ സിഗ്നൽ അല്ലേ? യെല്ലോ സിഗ്നൽ ആണ്. ഈ സെർവർ കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. ചേട്ടാ ആ നമ്മളെ മറ്റേ സെർവോ മോട്ടറിന്റെ മറ്റേ റെഡ് എർത്തിന്റെ 3.3 വോൾട്ടില് ഇട്ടിട്ട് നമ്മളെ ജോയ്സ്റ്റിക്കിന്റെ 5 വോൾട്ടിൽ കേട്ടാ. ഒന്നുകൂടെ എന്താടാ? നമ്മളെ സെർവോ മോട്ടറിന്റെ ബ്രൗണ് റെഡ് 3.3 ഇട്ടിട്ട് ജോയ്സ്റ്റിക്കിന്റെ മറ്റേ 5 വോൾട്ടിൽ കേട്ടാ. കിട്ടോ? നിങ്ങൾക്ക് അവിടെ 2 5 വോൾട്ട് ഇല്ലേ? ആ അത് യൂസ് ചെയ്താലും മതിയില്ലേ? 2 5 വോൾട്ട് കാലം അധികം സെർവോ 3.3 തന്നെ വെച്ചോളൂ കേട്ടോ, അതായിരിക്കും സേഫ്. സെർവോ 3.3 കഴിഞ്ഞ സെർവോ ഒരാൾക്ക് വർക്ക് ചെയ്യാതെ നിന്നില്ലേ? അത് നോക്കണ്ടേ? സെർവോന്റെ പ്രശ്നം റീഡിങ് വർക്കാണില്ല, വർക്ക് ആവുന്നില്ല. എന്ത് വർക്കായി? എന്താ? നമുക്ക് 2 ആക്സസ് ഉണ്ട് ഇതില്, അപ്പൊ നമ്മൾ ഒന്ന് മാത്രമേ നോക്കണ്ടേ. ഇവിടെ ആകെ ഒരു സെർവോ മോട്ടർ ഇല്ലല്ലോ, മനസ്സിലായോ? അങ്ങനെയാണ്. നമ്മ ഇന്നലെ ആ മറ്റേ VRY 80 മറ്റേ VRX 8 ആ അപ്പൊ 9 നമ്മ മറ്റേ സാത്തിക്കേ, ആ ഇപ്രാവശ്യം നമ്മ എക്സ് ആക്സിസ് VRX ആണ് ഉപയോഗിക്കുന്നത്. അത് നേരെ A0 കണ്ടേണ്ടത്. VRX കണക്ട് VRX A0 മാത്രമാണ്, VRY വേണ്ട നമുക്ക് കേട്ടോ. ആദ്യം വർക്കായോ? ദേവനൊക്കെ വർക്കായോ? വർക്കായോ ദേവനാ? ആ ആ എന്താ? ആ ചെയ്തോ? അതെ
വർക്ക് ആവുന്നില്ല അല്ലേ? ആരും വർക്കായില്ലല്ലോ. ഇല്ല. ഇല്ലല്ലോ. ചെയ്ത് നോക്കട്ടെ. ജോയിസ്റ്റിക്കിന്റെ കണക്ഷൻ എന്ന് പറയാ. ജോയിസ്റ്റിക്കിൻ്റെത് ചെയ്യേണ്ടതിലെ കണ്ടെയ്യ 5V 5V കണ്ടെയ്യ VRX നേരെ A0 കണ്ടെയ്യ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇല്ല, വൈ ആക്സിസിന്റെ ആവശ്യമില്ല ഇതില്. ആർണവ് അത് ആർണവല്ലേ ഇപ്പൊ സംസാരിച്ചേ? ഇല്ല, ആർണവ് നിന്റെ പേര് ആർണവല്ലേ? നിന്റെ പേരെന്താ? ആർണവല്ലേ? നിന്റെ നെറ്റ് ശരിയാവടാ? വൈഫൈ വെച്ചോ? അപ്പൊ വൈഫൈ വെച്ചോ വീട്ടില്? ഓക്കേടാ. അപ്പൊ നിന്റെ ക്ലാസ്സസ് ഒക്കെ കേൾക്കാം, നിന്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇല്ല. പറ അതിലെ ആയാ എന്താ ഞാൻ മുമ്പോട്ടാക്കുമ്പോ സർവോ മോട്ടർ കറങ്ങുന്നുണ്ട്, ബാക്കോട്ട് കറങ്ങുന്നുണ്ട്. അപ്പൊ എന്റെ ഈ സർവോ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. ഒരു മിനിറ്റ് വേറെ നോക്കട്ടെ. അതിലെന്താ നീ പറയുന്നുണ്ടേ? വർക്കായല്ലേ? ഓക്കെ നോക്കാം. ഓക്കെ നോക്കട്ടെ. അതന്നെ യെസ് അതന്നെ. അങ്ങനെ തന്നെ വർക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് നാളെ നമുക്ക് ക്ലാസ് ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് കോഴിക്കോട് വേണ്ടത്. നാളെ നിങ്ങൾക്ക് ഞാൻ വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അസൈൻമെന്റ് തരാൻ പോവാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അത് നിങ്ങൾ ചെയ്താൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. ഓക്കെ, വർക്കായല്ലേ? അപ്പൊ എന്റേത് എന്താ വർക്കാ? അപ്പൊ എന്റേത് എന്താ വർക്കാ? എന്റേത് വർക്കായിട്ടാ. ആരെങ്കിലും നിങ്ങൾ പറഞ്ഞു താ എന്റെ വർക്കാന്നില്ല. എടാ എന്റേതായില്ലടാ. ഞാൻ എന്തോ മണ്ടത്തരം ചെയ്തു എന്നാണ് എന്റെ നിഗമനം. എന്റേത് എന്താ വർക്കാവട്ടെ? ആവുന്നുണ്ടോ? ഓക്കെ, എന്ത് വർക്കാവില്ല. വൈ 9 എന്നല്ലേ കണക്ട് ചെയ്ത്? 9 ആൻഡ് ഇത് no. Okay, 5V and this is for ground. എല്ലാവരും വർക്കായില്ലേ? നോക്കട്ടെ, കുറെ പഴയ സെർവോ മോട്ടോർസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു മോട്ടോർ വർക്കായെങ്കിൽ ഈ സെർവോ മോട്ടോർസ് ഒന്നും ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല ബേസിക്കലി.
എന്താ അവസ്ഥ? കോഡ് അപ്ലോഡ് ചെയ്തിട്ട് സാർ ഇപ്പൊ കാണുന്നില്ലല്ലോ. അത് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. നേരം ചെക്ക് ചെയ്ത് നേരം ചെക്ക് ചെയ്ത് എടാ നേരെ ഒന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്കെല്ലാം മാർക്കായല്ലേ? വർക്കാവുന്നുണ്ട്. ഒരു 3 seconds കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി സെർവർ സ്റ്റോപ്പ് ആക്കാൻ പറ്റും. ഓക്കെ, എനിക്ക് ആദ്യം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ സീരിയൽ മോണിറ്റർ ഉപയോഗിച്ചു. ഡിലേ 1000 കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ ഇപ്പൊ പെട്ടെന്ന് സ്പീഡ് പോകാൻ തുടങ്ങി. നവന്തിക, നീ മറ്റേ VCC എവിടെയാ കണ്ടത്? 5 വോൾട്ടിലാണോ? 3.3 കണ്ടേ, ഞാൻ ഫസ്റ്റ് പറഞ്ഞതല്ലേ. മിക്കവാറും ആ മോട്ടോർ കേടായിട്ടുണ്ടാവാനാണ് ചാൻസ്. എന്റെ വർക്കാവുന്നില്ല, നേരത്തെ വർക്കായി ഇപ്പൊ ആവുന്നില്ല. നോക്കിയാ മതി. അപ്പൊ എല്ലാവർക്കും വർക്കായില്ലേ? എന്റെ പോർട്ടിന്റെ ഒരു ഇഷ്യൂ ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട് ഞാൻ. അത് എന്താണ് സോൾവ് ആക്കാൻ
സാറ് ഈ ജോയിസ്റ്റിക്കിലെ ആ ഈ ലാസ്റ്റ് നമ്മള് ഫംഗ്ഷൻ ചെയ്യാത്ത SW ഇല്ലേ SW യെസ് അതെന്തിനാ ഉപയോഗിക്കുന്നത്? SW അതിൽ നീ ഇതിൽ ജോയിസ്റ്റിക്ക് ജസ്റ്റ് പ്രസ് ചെയ്യറോ? ജോയിസ്റ്റിക്ക് എന്റെ വർക്ക് ഉണ്ട്. അങ്ങനല്ല, നീ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യറോ അതിനാ? അതിന് മണ്ടേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യറോ? ഒരു സ്വിച്ച് ഇല്ലേ? അതാണ് SW. അതാണോ? അതാണ് SW. സ്റ്റോപ്പ് ആക്കാനാ? എന്താടാ? അപ്പം ആ സ്വിച്ച് കൺട്രോൾ ചെയ്യാൻ ഒരാള് പറ ആറിനോ പറ. അപ്പൊ അത് ഈ കണക്ഷനിലൂടെ നമ്മളെ കോഡ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണോ? അതെ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, അതിനടുത്തത് നമ്മുടെ സാധിക്ക് പറ. സാധിക്ക് പോയാ? ഓക്കെ, അതെ, നമ്മളിപ്പോ റോബോട്ടല്ല ആ സ്റ്റോപ്പ് ആക്കാൻ യൂസ് ചെയ്യാവോ? ചെയ്യാം. ഓക്കെ, അപ്പൊ എൻ്റെ കുറേ സെർവോ മോട്ടോഴ്സ് ഉണ്ട്, ഒന്നും വർക്ക് ചെയ്യണ്ടാവില്ല. എന്താ എടുത്തില്ല. ബാക്കിയെല്ലാം വർക്കായല്ലോ ഈ കോഡ് വെച്ചിട്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, ഓക്കെ. അപ്പം എൻ്റെ കാര്യം നിൽക്കണം. എൻ്റെ ഈ ഒരു ആപ്പ് കുറച്ച് പഴയതാണ്, അതിൻ്റെ അപ്ഡേറ്റ് നടക്കട്ടെ, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കടക്കാം. അപ്പം ഇതാണ് നമ്മുടെ ബേസിക്കലി ചെറിയ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കാം, ഇപ്പം നമ്മൾ സെർവോ മോട്ടർ വെച്ചിട്ട് ഇത് കൺട്രോൾ ചെയ്തു അല്ലേ? സെയിം വർക്കിംഗ് തന്നെയല്ലേ റോബോട്ടിന്റെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ? അതെ. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് ഒരു സെർവോ ആണ് ഉപയോഗിച്ചത്, നമുക്കൊരു കൈക്ക് വേണ്ടിയിട്ട് ഒരു ഫുൾ ലെങ്ത്തിൻ്റെ കൈക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര മോട്ടോഴ്സ് ഉപയോഗിക്കണം? ഇവിടെ 1 2 3 അല്ലേ? 1 2 3 ഫിംഗേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 ഫിംഗേഴ്സ് അവിടെ നിൽക്കട്ടെ. ഈ ഒരു ആമിന് വേണ്ടിയിട്ട് തന്നെ 3 സെർവോ മോട്ടോഴ്സ് ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സെർവോയില് ഒരു ആക്സസ് വഴിയാണ് ചെയ്യുന്നല്ലേ? അപ്പോൾ നമുക്ക് 3 ജോയിസ്റ്റിക്ക് വെച്ചിട്ട് ഒരു റോബോട്ടിക് ആം നിർമ്മിക്കാൻ പറ്റും അല്ലേ? അപ്പം ഈ സെഷന് ശേഷം കമ്പോണൻസ് ഓർഡർ ചെയ്യുക, പഠിക്കാം. ഓക്കെ, ഒരു കിക്ക് സ്റ്റാർട്ട് കിട്ടിയില്ല. റോബോട്ട്സിന് മെയിൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പ്രൊജക്റ്റാണ് മേക്കിംഗ് എ റോബോട്ടിക് ആം. ഓക്കെ, പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നം നേരിടും. എന്താ വെച്ചാൽ നമ്മൾ അതിന് കൃത്യമായിട്ട് നീളത്തിന് അനുസരിച്ച് മുറിക്കാതെ ഈ ഒരു ലെങ്ത് വെച്ചാൽ നന്നായിട്ട് ഷേക്ക് ആവും ബിക്കോസ് ഓഫ് ദി ടോർക്ക്. അപ്പോൾ അതിൽ നേരിടാം. അപ്പം നമ്മൾ കുറച്ചും കൂടി ഇൻഡെപ്തായിട്ട് ഫിസിക്സിലൊക്കെ കിടക്കും. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ വളരെ ചെറിയ പ്രൊജക്റ്റ്. അപ്പം നാളേക്ക് നിങ്ങളെ അസൈൻമെന്റ് നവന്തി അത് കേടായിട്ടുണ്ടാവണേ
കേടാവാനാണ് ചാൻസ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരു സാധനം കൂടെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ കമ്പോണൻസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ 4 കൊല്ലമായിട്ട് ഒരു സ്റ്റോറിനാണ് വാങ്ങിക്കുന്നത്. കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പാണ്, എമർജിങ് ടെക്നോളജീസ് ആണ്. അതായത് നിങ്ങളുടെ ഈ കിറ്റ് ബോക്സ് ഇല്ലേ, അത് മുഴുവനായിട്ട് ഞാൻ ഇവിടുന്നാണ് ഓർഡർ ചെയ്തത്. ഇതാ ആ ജോയിസിന്റെ കണക്ഷൻ കൂടി പറയും. ഞാൻ എല്ലാ അറിയാതെ കൂടിപ്പോയി. ഞങ്ങക്ക് ഇന്നത്തെ ക്ലാസ്സിന് ഉണ്ടായിട്ടല്ലോ, കുറച്ച് ഡീൽ ആയിപ്പോയി ഞാൻ. ഓക്കെ, അപ്പൊ ഇതിരാജ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുള്ളൂടാ. ഇതിരാജ് ടൈപ്പ് ചെയ്ത് കമന്റ് ഇടും കേട്ടോ. ഇതിരാജ് ടൈപ്പ് ചെയ്ത് കമന്റ് ഇടും കേട്ടോ. ഓക്കെ അല്ലേടാ, കുഴപ്പമുണ്ടോ? ഓ നീയിപ്പോ സംസാരിച്ച എന്താ ഈ അതാരാ ഈ ഗ്യാപ്പിനാണ് പേര്? ആരാ? ആരാ? അവനീഷ്. ഓക്കെ 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 ഓക്കെ. അവനീഷ് എന്നറിയാം, എന്നാലും ഡൗട്ട്. ഓക്കെ 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 ഓക്കെ. അപ്പം ഈ ഒരു ET സ്റ്റോറിലേക്ക് പോവാ. എന്നിട്ട് ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് സെർവോ മോട്ടർ വേണം, സെർവോ ടൈപ്പ് ആക്കാം. ഫസ്റ്റ് ആണ് ET സ്റ്റോർ. എൻ്റെ ആരും അല്ല ഇവർ, ഞാൻ പറഞ്ഞു ഞാൻ 4 കൊല്ലത്ത് ഇവരെ വാങ്ങിക്കുന്നത്. നമ്മളെ കുറച്ച് ഉൾപ്രദേശമാണെന്നുണ്ടെങ്കിൽ 4 ദിവസത്തിനോട് എത്തും, ടൗൺ ഏരിയ ആണെങ്കിൽ 2 ദിവസത്തിനോട് എത്തും. കുറെ ഡിസ്പ്ലേ ഉണ്ടാ, LCD ഡിസ്പ്ലേ ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. LCD ഓക്കെ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അത്. ഓക്കെ, ഓക്കെ. അതെല്ലാവർക്കും സമയം മനസ്സിലായില്ലേ? സൈറ്റിൻ്റെ പേരെന്തായിരുന്നു? ET സ്റ്റോർ. ഇവിടെ തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ. അർബനോക്ക് 250 രൂപയാണ്. അപ്പം എല്ലാം ഇവിടെ തന്നെ വാങ്ങിച്ചു. 2 മാസത്തിനുള്ളിൽ എത്തും. തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് നാളേക്കുള്ള ഒരു നല്ലൊരു അസൈൻമെൻറ്റ് ആക്കി തരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഏതാണ് അസൈൻമെൻറ്റ് തരണം എനിക്കൊരു പിടുത്തില്ല. അപ്പം ഞാൻ ചാറ്റിൽ ചോദിച്ചു നോക്കാം. ജസ്റ്റ് മേക്ക് എ അസൈൻമെൻറ്റ് പ്രോജക്റ്റ് ഫോർ മൈ സ്റ്റുഡൻസ്. They have learned. കണക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ കണക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്? ഓക്കെ ഓക്കെ. അവനീഷ് കണക്ഷൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആർഡിനോ വർക്ക് ചെയ്യുന്നില്ലേ? അത് ചെയ്യൂടാ. അതിന് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ആയിട്ടുണ്ടാവും. ഒന്നുകൂടെ നോക്ക്. അല്ല, എന്റെ എല്ലാ കണക്ഷൻ വർക്കായി 3-4 കറങ്ങി.
പിന്നെ ചോദിച്ചതാണെന്ന് മാത്രേ അങ്ങനെ അതിന്റെ ആ ഒരു ഇതില്ലായിരുന്നു അതിന്റെ കീഴൊക്കെ കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ആകും. അയ്യോ നീ എത്രയാ ഇൻപുട്ട് വോൾട്ടേജ് എത്രയാ കൊടുത്തേ? സർവോ മോട്ടറിന് ഇൻപുട്ട് വോൾട്ടേജ് എത്ര കൊടുത്തേ? 3.3 വോൾട്ട്. 5 വോൾട്ട് കൊടുത്തു നോക്കി. ബസർ, ഗ്യാസ് സെൻസർ, LED, സെഗ്മെന്റ്. പിന്നെ ഏതാ നിങ്ങൾ ഉപയോഗിച്ചേ? അൾട്രാസോണിക്. പിന്നെ സെഗ്മെന്റ് എഴുതി. ഗ്യാസ് സെൻസർ, ബസർ, അൾട്രാസോണിക് സെൻസർ. മോയ്സ്ചർ സെൻസർ. ഓക്കെ വാട്ടർ സെൻസർ ആണല്ലേ? വാട്ടർ സെൻസർ, മോയ്സ്ചർ വാട്ടർ സെൻസർ. ഞാൻ ചെറുതായിട്ടൊരു 5 വോൾട്ട് ഗ്രൗണ്ട് മാർക്കും ശരിക്കും കുത്തിയപ്പോൾ ശരി. കൊല്ലും ഇപ്പൊ ശരിയായി. ഓക്കെ ഇതാണ് അസൈൻമെന്റ്. ഓക്കെ, അപ്പം നാളേക്ക് നിങ്ങൾക്ക് അസൈൻമെന്റ് എന്താ വെച്ചാൽ, ഓക്കെ ഒരു മിനിറ്റ്, നാളേക്ക് നിങ്ങൾ അസൈൻമെന്റ് എന്താ വെച്ചാൽ ഗ്യാസ് സെൻസർ ബേസ്ഡ് സെർവോ ലോക്ക് ആണ്. അതായത് നമ്മുടെ എവിടെയെങ്കിലും ബിൽഡിങ്ങിൽ ഗ്യാസ് ലീക്ക് ആയിട്ട് വരുമ്പോൾ എമർജൻസി ഡോർ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളൂ, പിന്നെ ഞാൻ പറയില്ല, അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിലും കൂടി എഴുതാം. ഓക്കെ ഓക്കെ ടുമോറോസ് അസൈൻമെന്റ് ഗ്യാസ് സെൻസർ സെർവോ ലോക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രണ്ട് എന്താ നമ്മുടെ മിനി പ്രോജക്ട്സിൽ നമുക്ക് ഇത് രണ്ടും ചെയ്യാം. ഓക്കെ, എന്താ ഈ ഗ്യാസ് സെൻസറിന്റെ ഫംഗ്ഷൻ എന്താണ്? ഗ്യാസ് സെൻസറിന്റെ ഫംഗ്ഷൻ ആണ് ഗ്യാസ് സെൻസ് ചെയ്യാം. അല്ല, ഈ അസൈൻമെന്റിന്റെ എന്താ ചെയ്യേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കോൺസെപ്റ്റ് മാത്രം തരും. അതാണ് ജിഗ് അസൈൻമെന്റ് എന്ന് പറഞ്ഞത്. ബാക്കി നിങ്ങൾ തന്നെ ഒന്ന് നോക്കി ചെയ്യാം. അതായത് ഗ്യാസ് ലീക്ക് ആകുമ്പോൾ ഡോർ ഓപ്പൺ ആവണം. ഡോറിന്റെ വേറിട്ട് നമ്മൾ സെർവോ മോട്ടറാണ് വെക്കുന്നത്. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ മതി. ഓക്കെ, യെസ് ഓക്കെ. അപ്പം നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മുടെ ക്ലാസ്സിന്റെ ലെങ്ത്തും ഓട്ടോമാറ്റിക്കായിട്ട് കുറയുന്നുണ്ടല്ലേ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ അതേ ലെങ്ത്തിൽ വരുന്നുണ്ട്. ഫസ്റ്റത്തെ 2-3 ക്ലാസ് 2-2.5 മണിക്കൂറിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫസ്റ്റത്തെ നിങ്ങളുടെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള കോഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പ്രൊജക്ട് പറയുമ്പോൾ എന്താ ഗ്രൂപ്പിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ യെസ്. അപ്പൊ നിന്റെ എക്കോ അടിക്കുന്നുണ്ട് സാത്തിക്ക്. എനിക്കപ്പോ സ്പീക്കറിൽ ഭയങ്കര ഒച്ചത്തിലാണ് ഇരിക്കുന്നത്, എക്കോ അടിക്കുന്നു. ആ ഓക്കെ ഓക്കെ. അപ്പം നമ്മളെന്താ പറഞ്ഞോണ്ടേ,
ഇനി നെക്സ്റ്റ് വരുന്ന പ്രൊജക്ട്സിനെല്ലാം 2 മിനി പ്രൊജക്ട്സ് ഇല്ലേ, അത് കുറച്ചുകൂടെ ഹാർഡസ്റ്റ് ആണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യുക, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യും. ഞാൻ ആരും സഹായിക്കാനും പോലെ ഒന്നും ആക്കില്ല. എന്തെങ്കിലും ബഗ്ഗിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലല്ല ലൈവിൽ പറയാം. അത് നമ്മൾ ഒന്നിച്ചിരുന്നിട്ട് 1 മണിക്കൂറിനുള്ളിൽ ആ പ്രൊജക്റ്റ് ചെയ്യും. ഒരാളെയും ഞാൻ സഹായിക്കില്ല. സൈക്കിൾ ഇൻ സെൻസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, ഈ കമ്പോണൻസ് ഉപയോഗിക്കുന്നത് ഞാൻ പറയില്ല. റോബോട്ടിക്സിൻ്റെ എല്ലാ കോഴ്സിനും ഇങ്ങനെ എല്ലാ കോഴ്സിനും ഉണ്ടോ എനിക്കറിയില്ല. എൻ്റെ കോഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രീതിയിലാണ്. 4, 5, 7, 8 ക്ലാസ് നന്നായിട്ട് ഞാൻ പഠിപ്പിക്കും, ബാക്കി നിങ്ങൾ തന്നെ ചെയ്യണം. ഇതാണ് ബേസിക്കലി പ്രാക്ടിക്കൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം നടക്കുക. ഓക്കെ ആ കൃത്യം 1 hour കൊണ്ട് തന്നെ നമ്മൾ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഡു യു ഹാവ് എനി മോർ ഡൗട്ട്സ്? ആൻഡ് നിങ്ങൾ ആ സൗണ്ട് സെൻസർ ഇല്ലേ, അത് സെയിം ആസ് ഗ്യാസ് സെൻസർ ആണ്. അതിന്റെ പർപ്പസ് സൗണ്ട് ആണ്, ഗ്യാസിന്റെ പർപ്പസ് ഗ്യാസ് ആണ്. അതൊരു അസൈൻമെന്റ് ആയിട്ട് ഞാൻ സെക്കൻഡ് ഡേ തരാം കേട്ടോ. അത് നിങ്ങൾ തന്നെ വർക്ക് ചെയ്തോളൂ, അത് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ഇനി അതിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. മനസ്സിലായോ? വേണമെങ്കിൽ 1/2 hour ചെറിയ ലെക്ചർ എടുത്ത് ഞാൻ വേണമെങ്കിൽ നിർത്താം, അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഇപ്പോഴും പോൾ ഇടും. അപ്പം അതിലെപ്പോഴാണ് വരേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് പറയാം. ഞാൻ അതിനനുസരിച്ച് ഡിസ്കസ് ചെയ്തിട്ട് വർക്ക്ഷോപ്പ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോക്കാം. നിങ്ങൾ ഫർദർ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടോ? എല്ലാവരും ഓക്കെ അല്ലേ? അതുൽ, ആഗ്നേയ്, നവദേവ്, ദേവ്ന, റിജയ്, അവനീഷ്, നവന്തിക, ആൻഡ് രേഷ്മ, രാജു, സാത്വിക്, വിദ്രാജ്. ഇതിപ്പോഴും എപ്പോഴും എന്താ അതിൽ ഓപ്പൺ ആയിരിക്കുമോ? അതെപ്പോഴും ഓപ്പൺ ആയിരിക്കുമോ ഇൻ ദ സെൻസ് വർക്ക് സ്പേസ് ആണോ? 24 hours ഓപ്പൺ ആണ്. നമ്മൾ സാധാരണ വീക്കെൻഡ്സിലൊക്കെ ശനിയാഴ്ച ആണെന്നുണ്ടെങ്കിൽ ഞാൻ നൈറ്റ് ഓളാണ്, എനിക്ക് നൈറ്റ് വർക്ക് ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ വൈകുന്നേരം 2 മണിയാകുമ്പോൾ ഇവിടുന്ന് വിടും. പിറ്റേ ദിവസം രാവിലെ വർക്ക് ചെയ്യും, പെട്ടെന്ന് ഉറങ്ങും, ബയ്യം ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഒക്കെ നിൽക്കണം. അപ്പോൾ 2 റെഡ് ബുള്ളെല്ലാം കുടിക്കും, മതി, സമൂഹത്തമാണ്. അപ്പം വർക്ക് സ്പേസിനെ ഒന്നുകൂടി കാണിച്ചു തരണോ? നോക്കട്ടെ. കണ്ടോ, ഇതാണ് നമ്മുടെ വർക്ക് സ്പേസ്. ഇവിടെ കണ്ട റോബോട്ട് കണ്ടോ? നമ്മൾ റീസെന്റ് ഇവിടെ കാണുന്ന റോബോട്ട് ഇല്ലേ, ഇത് നമ്മൾ റീസെന്റ് എന്താ അതെ, ആ ക്യൂരിയോസിറ്റി വീക്കെൻഡ്സിന്റെ വർക്ക് സ്പേസ് ആണ് ക്യൂരിയോസിറ്റി വർക്ക് സ്പേസ്. എന്താ അതിന്റെ ഗ്രൂപ്പിൽ എന്തെല്ലോ കാണുന്നുണ്ട്, സാറ്റലൈറ്റിന്റെ ഒരു വൈഫൈ ആരുടെ ഗ്രൂപ്പില്? ക്യൂരിയോസിറ്റി വീക്കെൻഡ്സ്. നീ ഉണ്ടല്ലോ, നീ അല്ല നിന്നോട് പറഞ്ഞേ ഉണ്ടെന്ന് അല്ലേ? എന്താ ഇതാണ് റോബോട്ട് കേട്ടോ, ആളുടെ ഇതൊരു ആക്ച്വൽ ഹ്യൂമൻ റോബോട്ടാണ്. കണ്ടില്ലേ? ക്യൂരിയോസിറ്റി ബോർഡ് എന്നാണ് ഇതിന്റെ പേര് വെച്ചത്. ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. റോബോട്ടിക്സിന്റെ മാത്രം ആൾക്കാരുള്ളൂ? അല്ലടാ, റോബോട്ടിക്സ് ഉണ്ട്, വെബ് ഡെവലപ്പേഴ്സ് ഉണ്ട്, ചിത്രം വരക്കാൻ വരുന്നവരുണ്ട്, മാത്സ് ഇഷ്ടമുള്ളവർ വരുന്നവരുണ്ട്, എല്ലാ ആൾക്കാരുണ്ട്. ഹൈബ്രിഡ് ആണ്, എല്ലാവരും വരും കേട്ടോ. ഇതാണ് എൻ്റെ അവിടുത്തെ സെറ്റപ്പ്. നിങ്ങളുടെ കൈറ്റ് അറിയോ? ഇൻഡിക്കേറ്റ്സിന്റെ കൈറ്റ്. അവിടുത്തെ നമ്മുടെ കാസർഗോഡത്തെ ഹെഡാണ് ഇവര്, റോജി സാർ. അവർക്ക് നമ്മുടെ നന്നായിട്ടുള്ള പാടുകളുണ്ട്. അവർ നമുക്ക് ഒരുപാട് കമ്പോണൻസ് തന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ റാസ്ബെറി പൈ 2 അവർ തന്നതാണ്, 3 റാസ്ബെറി പൈ 3.
സാറിനൊക്കെ ഒരുപാട് കൊല്ലത്തെ പരിചയമുണ്ട്, കണ്ടില്ലേ? യെസ്, കണ്ടു. ഓക്കെ, ഇതാണ് കേട്ടോ. അപ്പം അതാണ് നമ്മുടെ വർക്ക് സ്പേസ്. ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നോക്കാം, ഞാൻ ഇപ്പോൾ ഇടാം. ഓക്കെ, ഏതെങ്കിലും ഫർദർ ഡൗട്ട്സ് അങ്ങനത്തെ ഹാക്കത്തോൺസ് ഉണ്ട്. ആ സംഭവം ഹാക്കത്തോൺസ് എന്ന് വെച്ചാൽ കോഡിങ് ചാലഞ്ചസ് ആണ്. 24 hours ആണ് ബേസിക്കലി ഒരു ഹാക്കത്തോൺ ഉണ്ടാകുന്നത്. അതായത് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് അല്ല, ഒരു നമുക്ക് ഇഷ്ടമുള്ള മേ ബി ഒരു തീം തരും. ആ തീമിനനുസരിച്ച് ഒരു പ്രൊജക്റ്റ് നമ്മൾ ബിൽഡാക്കണം ഇൻ 24 hours ഓർ മേ ബി 48 hours. കോമൺ ആയിട്ട് 24 hours ഉണ്ടാകുന്നത്. 1 day ഫുൾ, രാവിലെ മുതൽ രാത്രി പിറ്റേ ദിവസം രാവിലെ വരെ നമ്മൾ ആർട്ട് സ്പേസിൽ വർക്ക് ചെയ്യും. ആ 1 day കൊണ്ട് ഉണ്ടാക്കുന്ന പ്രൊജക്റ്റിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യും. ഫസ്റ്റ് നന്നായി ചെയ്തവർക്ക് പ്രൈസ് ഇടും. അതാണ് ഹാക്കത്തോൺസ്. അങ്ങനത്തെ ഒരുപാടുണ്ട്. ഹാക്കത്തോൺസ് ഉണ്ട്, ഐഡിയ തോൺസ് എന്ന് വെച്ചാൽ ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കണം, ഒരു തീം ബേസ്ഡ്. അതിൻ്റെ പ്രസൻറ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യണം. എനിക്ക് 2 പ്രാവശ്യം ഹാക്കത്തോണിൽ ഫസ്റ്റ് ഇടിയിട്ടുണ്ട്. ഒന്ന് തൃശ്ശൂരിനും ഒന്ന് ബാംഗ്ലൂരിനും. ഓക്കെ, അതാണ് ഹാക്കത്തോൺസ്. ഹാക്കത്തോൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹാക്കത്തോൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെവ് പോളിയോ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ഡെവ് പോളിയോ, അവിടെ എത്ര ഹാക്കത്തോൺസ് ഉണ്ട് എല്ലാം. ഞാനിപ്പോൾ ഒന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് സമയത്തോണ്ട് പോകാൻ പറ്റുന്നില്ല. അതിപ്പം നോക്കിയാൽ ഇത് കുറച്ചുകൂടി 100 ആൾക്കാർ മാത്രമാണ് ഹാക്കത്തോൺ, 100 ആൾക്കാർ മാത്രമുള്ള ഹാക്കത്തോൺസ് ഉണ്ട്. ഇതാണ് ഡെവ് പോളിയോ. ഓക്കെ, ഇവിടെ ഇപ്പം ഇതിനൊക്കെ നന്നായിട്ടുള്ള എന്താ, അത് VIT ചെന്നൈയിലെ ഒരു ഹാക്കത്തോണാണ്. VIT ചെന്നൈ വലിയ കോളേജാണ്, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതുപോലെ തന്നെ ഇത് ഫരീദാബാദിൽ നടക്കുന്ന ഹാക്കത്തോണാണ്. അതുപോലെ നമുക്കൊരു ഡാറ്റ അപ്ലൈ കൊടുത്താൽ മതി. ഓക്കെ, ഇഷ്ടംപോലെ ഇന്ത്യയുടെ അടുത്ത് അത് ഓഫ്ലൈൻ ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഹാക്കത്തോൺസ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓഫ്ലൈൻ ആണ് ചൂസ് ചെയ്യേണ്ടത്. ബിക്കോസ് ഒരുപാട് കണക്ഷൻസ് കിട്ടും. മേ ബി നെക്സ്റ്റ് ബിസിനസ് എല്ലാം അവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ റീസെൻ്റ്ലി ഒരു ബിസിനസ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ പേജ് ഞാൻ കാണിച്ചു തരാം. സൈറ്റിന്റെ പേരെന്താ? ഡെവ് പോളിയോ. റീസെൻ്റ്ലി ഒരു ഒരു പേജിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ക്യൂബിക്സ് ലാബ്സ് എന്നാണ് അവരെ ഇൻസ്റ്റാഗ്രാം പേജ്. അവർ ബേസിക്കലി ഇപ്പോൾ നമ്മുടെ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ആർഡിനോ ബോർഡ്സിന് പകരം ഇത് കുറച്ചും കൂടി അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള ഒരു ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ആറ്റം S3 ആണ്. ഓക്കെ, അപ്പം ഒരു ESP ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡാണ്. കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ. അപ്പം ഇവരെ ഈ ഒരു ഐഡിയ വന്നത് ഒരു ഹാക്കത്തോണിലൂടെയാണ്. ഇപ്പം അവരെ പേജ് നോക്കണം, 15K ഫോളോവേഴ്സ്. അങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു ബോർഡിന് പക്ഷേ എന്താ എന്താ എക്കോ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ റീല് കണ്ടോണ്ടിരിക്കുന്നു. ഗൂഗിളിൽ റീല് എന്തെങ്കിലും മനസ്സിലാവും. മനസ്സിലായിടാ. അതൊരു മറ്റേ റോബോട്ടിന്റെ റോബോട്ടിൽ എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോർഡല്ലേ, വെർസറ്റൈൽ ബോർഡല്ലേ? അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അത് സംഭവം എന്താ വെച്ചാലേ, നമ്മ റോബോട്ടൊക്കെ ശരിക്കും ഉണ്ടാക്കുന്ന ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മ ഈ പവർ സപ്ലൈസ്, അതേപോലെ തന്നെ കുറേ സെർവോ മോട്ടോഴ്സ്, അതിൻ്റെ വയേഴ്സ്, മോട്ടോഴ്സ് ഉപയോഗിക്കണം, അതിൻ്റെ വയേഴ്സ്, അതിൻ്റെ നടക്കുന്ന മോട്ടോർ ഡ്രൈവർ, ഇതെല്ലാം വെച്ച് വളരെ കൺജസ്റ്റ് ആവും വയസ്സെല്ലാം വേണ്ടി. അപ്പോൾ മോട്ടോർ ഡ്രൈവേഴ്സും എല്ലാം ഒന്നിലാക്കിയുള്ള ഒരു PC. അത് ഞാനും കുറേ വട്ടം ആലോചിച്ച ഒരു ടീമാണ്, പക്ഷെ അതിലെ വിട്ടു. മനസ്സിലായോ? ആറിന് എന്താ പറയുന്നുണ്ടേ?
സാറ് നെയിം എന്താ? ലെപ്പോളിയോ ഈ ആർസിക്കാരന് അതിനൊക്കെ ഉപയോഗിക്കുന്നത് ആ ഈ റിസീവറും ട്രാൻസ്മിറ്ററും ഇല്ലേ, അതിനെ കുറിച്ച് പറഞ്ഞ അതിനെ കുറിച്ച് ആ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആ ഒരു ട്രാൻസ്മിറ്ററിന്റെ. ആ അത് ESP തടുത്ത് വെച്ചിട്ടുള്ളതാ? അത് ട്രാൻസ്മിറ്റർ അല്ലടാ, അത് അർഡിനോ പോലെ ഒരു ബോർഡാണ്. ഇതല്ലേ ഇത് അർഡിനോ പോലത്തെ ഒരു ബോർഡാണ്, അതന്നെ. പക്ഷെ അതിന് നല്ലൊരു ഇത് വൈഫൈയിലെ ബോർഡാണ്, വൈഫൈ ആന്റിനയാണ് ഇത് വെച്ച് നമുക്ക് കാർ ചെയ്യാം. അതായത് നിങ്ങൾക്ക് RC കാർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഫോൺ വെച്ച് കൺട്രോൾ ആക്കുന്ന RC കാറൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിൽ നിങ്ങൾ ഒരു ചെറിയൊരു കാര്യം കൂടി വാങ്ങിക്കണം. ബ്ലൂടൂത്ത് മൊഡ്യൂൾ എന്നാണ് അതിൻ്റെ പേര്. അതൊക്കെ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കാർ ഉണ്ടാക്കാൻ പറ്റും. ആ ഇതാണ് ബ്ലൂടൂത്ത് മൊഡ്യൂൾ. ഇതാണ് ഇതല്ല ഇത് അതിന് ഞാനതിന്റെ ഇത് കണ്ടായിരുന്നു. ആ ബ്ലൂടൂത്ത് മൊഡ്യൂള് കുറച്ചും കൂടി ശ്രദ്ധിച്ചാണ് യൂസ് ആക്കാൻ. HTC 5 6 കണ്ടില്ലേ? ആ HTC 5 ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഇവർക്ക് തലവേദന വെച്ച് കാണാം. ആ അത് ഒക്കെ പഠിച്ചാൽ മതിരാ. ബാക്കിയെല്ലാം കണ്ട എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചെറിയൊരു ഇത് ബോർഡാണ്. HTC 5 ഉണ്ട് 5. അത് HTC 05 ആണ്. ഇതിൻ്റെ കയ്യിൽ ഉണ്ട് രണ്ടെണ്ണം. ഞാൻ ലീവ് ആക്കിട്ടുണ്ടോ? എന്താ ക്ലാസ് കഴിഞ്ഞില്ലേ? യെസ് യെസ് കഴിഞ്ഞിടാ. ഓക്കെ ഗുഡ് നൈറ്റ്. കണ്ടില്ലേ ഇതാണ് അല്ല ഇതെന്ത് സംഭവം? എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നല്ലേ? ഇതാണ് ഇത് ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. അതായത് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ബ്ലൂടൂത്ത് ബേസ്ഡ് ആയിട്ടുള്ള കാറിൽ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് നീ പെരിയ സ്കൂളിൽ നിന്നല്ലേ? ആ യെസ് എന്തെല്ലാം എന്താ എന്തെല്ലാം എടാ അതായത് ഇപ്പൊ നിങ്ങളുടെ ആർഡിനോ ബോർഡില് ബ്ലൂടൂത്ത് ഇല്ല, നിങ്ങൾക്ക് വയർലെസ്ലി കുറച്ച് കൺട്രോളിംഗ് ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് ഡാറ്റാസ് നിങ്ങളുടെ ഫോണിൽ കാണിക്കണം ബ്ലൂടൂത്ത് വെച്ചിട്ട്. ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്താൽ ഇപ്പൊ നീ അൾട്രാസോണിക് സെൻസറിന്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നുണ്ട്, അത് ഫോണിൽ എഴുതി കാണിക്കണം. അതൊക്കെ ഇത് വെച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫോൺ ഉപയോഗിച്ച് ഒരു റിമോട്ട് കൺട്രോൾ കാർ ഉണ്ടാക്കാൻ പറ്റും. ഫോർവേഡ് എത്തുമ്പോൾ ഫോർവേഡിലേക്ക് പോകുന്ന ഒരു കാർ, ബാക്ക്വേർഡിലേക്ക് പോകുന്ന ഒരു കാർ, അങ്ങനെയാണ്. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു വൈഫൈ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് അല്ലാത്ത ബോർഡിനെ ബ്ലൂടൂത്ത് ആക്കി മാറ്റുന്നത്. വൈഫൈയും ബ്ലൂടൂത്ത് ഉള്ള ബോർഡ് ഞാൻ കാണിച്ചു തരണം നിങ്ങൾക്ക്. സാറേ ആ അസൈൻമെന്റ് കംപ്ലീറ്റ് ആയി. നമുക്ക് ചായ നീ നാളെ ചെയ്യാനല്ലേ പറഞ്ഞേ? നീ ഇവിടെ ശ്രദ്ധിക്കടാ. ഏതായാലും അതിന് വീഡിയോ ഗ്രൂപ്പിൽ ഇട്ടാ. എന്താ ഓക്കെ സാറ് പറഞ്ഞത് കേട്ടോണ്ട് അക്കൗണ്ടൊന്നും ഓക്കെ കോഡ് ചാർജ് ആ ഓക്കെ നമ്മളെന്താ പറഞ്ഞ ഓക്കെ. അതായത് അതെന്താ പുക എന്താടാ? ചന്ദനത്തിരിയാണോ? ആ കണ്ടില്ലേ ഈ ബോർഡാണ് ബ്ലൂടൂത്തും വൈഫൈ ഉള്ള ഒരു ബോർഡാണ് ഇത്. ആർഡിനോ പോലെ ബ്ലൂടൂത്തും വൈഫൈ സാധ്യത കാണിച്ചിട്ട് നമുക്ക് നോക്കാം. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ തോന്നല്ലേ? എന്താ ആ ഇതിന്റെ പേരാണ് ESP32. ഇതിനകത്ത് ബ്ലൂടൂത്തും ഉണ്ട് വൈഫൈയും ഉണ്ട്. കണ്ടല്ലേ? നിങ്ങൾ അർഡിനോ പഠിച്ചാല് നെക്സ്റ്റ് വാങ്ങിക്കേണ്ട ബോർഡ് ഇതാണ് കേട്ടോ. ഇതിന് കമ്പാരിറ്റീവ് വളരെ ചെറിയ പൈസക്കാണ് കിട്ടുന്നത്. ഓക്കെ എൻ്റെ അഭിപ്രായത്തില് ഞാൻ ഇത് കണ്ടത് ഏറ്റവും നല്ല കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ് ബോർഡാണ് ESP32. ഇത് ഒന്നാമത് ഭയങ്കര ഫാസ്റ്റ് ആണ്, രണ്ടാമത് നല്ല പിൻസ് ഉണ്ട്, അതേപോലെ തന്നെ വൈഫൈൻ്റെ ബ്ലൂടൂത്തും ഉണ്ട്. ഈസി ആയിട്ട് നമുക്ക് ആർഡിനോ ഐഡിയ വെച്ച് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. C++ലാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താ പറയില്ലേ, ഇത് ഫുള്ള് 3.3 വോൾട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നോയിസിൻ്റെ പ്രശ്നമൊന്നുമില്ല.
അതേപോലെ തന്നെ അങ്ങനെയാണ്. ഇത് ഭയങ്കര നല്ല ഒരു ബോർഡാണ്. നിങ്ങൾക്കത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇതിൻ്റെ ഒരു ചെറിയൊരു വെർഷൻ ഉണ്ട്. എത്ര പൈസ? ഇതിന് എൻ്റെ അറിവില് 400-300 രൂപയ്ക്കാണ്. ഓക്കെ, നമുക്ക് ഏതായാലും നമ്മുടെ സൈറ്റിൽ നോക്കാം. നമുക്ക് നേരെ ഉണ്ടാവും. ESP തരുത് എത്രയുള്ളത്? 360 കണ്ടില്ലേ, 360. ഇത് ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത് അതിൻ്റെ കുറച്ചും കൂടി ചെറിയ വെർഷനാണ്. ഇത് നോഡ് MC എന്നാണ് ഇതിൻ്റെ പേര്. ESP 8266 ആണ്. ഇത് ബ്ലൂടൂത്ത് ഇല്ല, വൈഫൈ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങൾ. മനസ്സിലായോ? അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്താ നാളെ ഉണ്ടാവും. നാളെ ക്ലാസ് ഉണ്ടാവത്തില്ല. ഉണ്ടാവില്ല, അത് ഓണായിട്ടുണ്ടാവും. ഓക്കെ, അപ്പം എന്താ നന്നായിട്ട് വർക്ക് ചെയ്യുക. ഇരുന്ന് കോഡാക്കാൻ നോക്കുക. ChatGPT ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. പിന്നെ എന്താ നന്നായിട്ട് വയറിങ് നോക്കാം. പവർ സപ്ലൈ നോക്കാം. പവർ സപ്ലൈ മാറില്ലേ, ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇന്ന് എനിക്കൊരു ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആരെയും മെസ്സേജസ് അങ്ങനെ നോക്കാത്തത്. അവരോട് ഞാൻ 300 ദിവസം പറഞ്ഞിട്ടുണ്ട് പവർ സപ്ലൈ നോക്കണേന്ന്. എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്ത സംഭവം എന്ന് വെച്ചാൽ അവർ 6 മോട്ടർ ഉപയോഗിച്ചിട്ട് ഒരു റോബോട്ട് ഉണ്ടാക്കുന്നതാണ്. അത് ചെറിയ എന്താ ഒരു 6 വീൽഡ് റിമോട്ട് കൺട്രോൾ കാർ ഉണ്ടാക്കുകയാണ്. റിമോട്ട് കൺട്രോൾ കാറില്ല ബേസിക്കലി, അത് അങ്ങനെ വിചാരിക്കുക. അപ്പോൾ അവർ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയിലെ 2 ഹോൾഡേഴ്സിലെ ഹോൾഡറില്ലേ ബാറ്ററീൻ്റെ, അത് സീരീസ് ആയിട്ട് 4 വെച്ചു. അവർ വെച്ച് കുറച്ചധികം വോൾട്ടേജ് ഇടുന്നു. ടോട്ടല് 40 അടുത്തുള്ള വോൾട്ടേജ് ഡയറക്റ്റ് മോട്ടറിലേക്ക് കണക്ട് ചെയ്തു. അപ്പം സീരീസ് ആയിട്ട് സെല്ലിനെ കണക്ട് ചെയ്താൽ വോൾട്ടേജ് കൂടുന്ന ഇവർക്ക് അറിയില്ല. പാരലായിട്ട് കണക്ട് ചെയ്താൽ കറണ്ട് കൂടുന്ന ഇവർക്ക് അറിയില്ല. അപ്പം ആ മോട്ടർ അവിടെ നിന്ന് ബ്ലാസ്റ്റായി. അപ്പം അതാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പവർ സപ്ലൈ സെക്ഷൻ നന്നായിട്ട് നോക്കണം. ഓക്കെ, ബ്ലാസ്റ്റ് ആയിരുന്ന സെൻസ് പൊട്ടിത്തെറിച്ചു അല്ല, നന്നായിട്ട് പുക വന്നു. ഞാൻ ഇതിനു വേണ്ടി ബ്ലാസ്റ്റ് ആയെന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ലീവ് ചെയ്യാം. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഫെർദർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വൈസിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ പറയാം. ഓക്കെ, യെസ്, ഗുഡ് നൈറ്റ്. KSD പോകുന്നത് എന്തിനാ? കാസർഗോഡ് പോകുന്നത് എന്തിനാ? കോഴിക്കോടാണോ? കോഴിക്കോട് എന്ത് ഡിസ്പ്ലേക്കും തരി. കോഴിക്കോട് പോകുന്നത് വെച്ചാൽ അവിടെ ക്ലബ് ഫോം ആയിട്ട് ചെറിയൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, യെസ്, താങ്ക് യു. ഞാൻ പണ്ടേ സീനല്ലേ. ഓക്കെ, അപ്പോൾ ഏതായാലും നന്നായിട്ട് വർക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു ഏഴ്സ് നല്ല തിരക്കിലായിരിക്കും ഉണ്ടാകുന്നത്. എന്നാലും നിങ്ങളുടെ മെസ്സേജ് നോക്കാൻ ശ്രമിക്കാൻ മീൻസ് റിപ്ലൈ തരും. കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആൻഡ് AI ഫിസ്റ്റ യൂസ് ചെയ്തിനാ? അത് AI ഫിസ്റ്റ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതല്ലേ, അതിന് പേയ്മെന്റ് ആക്കണോടാ. അത് ഞാൻ നോക്കി. ഫ്രീ മോഡൽസ് ഉണ്ടോ? ഫ്രീ മോഡൽ ഉണ്ടോ? ഇല്ലല്ലോ. 3 കിട്ടുന്നുണ്ട്.
ഫ്രീ മോഡൽ ഫ്രീ മോഡൽ ഉണ്ട്. ഫസ്റ്റ് ടൈം നോക്കി ഉണ്ടായിരുന്നില്ല. ധ്രുവരാജല്ലേ? ആ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ 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 ഓക്കെ. ഓ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓക്കെ, ഇന്ന് വരുന്നത് യൂസ് ചെയ്ത് നോക്കാം. ജർമ്മനി എന്ത് ഫാഷനാണല്ലേ. എല്ലാത്തിനും എതിരെ സ്പീഡ്, പക്ഷെ ജർമ്മനി മാത്രം ChatGPT കിട്ടിയില്ല കേട്ടോ. അവിടെ ഇത് കുഴപ്പമില്ല. പക്ഷെ ഇത് ഓൾറെഡി ഉണ്ട്. എന്താ റയാനായി എന്ന് പറഞ്ഞ സാധനമുണ്ട്. നോക്കാം അങ്ങനെ ഉണ്ടാവും. അപ്പോൾ 3 മെസ്സേജ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ബാക്കിയുടെ പൈസ സ്റ്റാർട്ടപ്പ് അല്ലേ, എന്തായാലും പൈസ കിട്ടും. ധ്രുവര് അതൊക്കെ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അവിടെ. വിചാരിക്കുന്നതല്ല. നോക്കാം. ഓക്കെ, അതപ്പോൾ എല്ലാവരും അതും കൂടി ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ ക്ലാസ്. കുറച്ചും കൂടെ എക്സ്ട്രാ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് യെസ്, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. വെൽക്കം. Yes. Good night. Yes, yes. Good night, sir. Yes, good night. Good night. Bye. Indra.